സ്ഥിരമായിട്ട് കൺസൾട്ട് ചെയ്യണ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊന്ന് പറഞ്ഞു, ഡോക്ടറെ ഇപ്പം അവർ കുട്ടിയുടെ കഫത്തിൻ്റെ ബുദ്ധിമുട്ടായിട്ടാണ് കാണിച്ചിരുന്നത്. ഒരു ഫാമിലി മൊത്തം പേഷ്യൻസ് ആണ്. അപ്പോൾ കുട്ടിയുടെ കഫം പലയിടത്തും കാണിച്ചിട്ട് മാറാതെ അവസാനം കംപ്ലീറ്റ് മാറിയതാണ്. അപ്പോൾ ഡോക്ടറെ ഇപ്പോൾ കുട്ടിക്ക് 100% നോർമലാണ്, പ്രശ്നമൊന്നുമില്ല, ഐസ്ക്രീം കഴിക്കുക, തണുത്ത് കഴിക്കുക, തൊണ്ടവേദനയൊന്നും വരാറില്ല എന്ന് പറഞ്ഞു. പക്ഷേ കുട്ടിയുടെ ആരോഗ്യം ഡേ ബൈ ഡേ കുറഞ്ഞു പോകണമെന്നാണ്. എന്ന് വെച്ചാൽ എന്താണ് വിഷയം? അപ്പോൾ തൊട്ടടുത്ത ദിവസം കൺസൾട്ട് ചെയ്യാൻ കൊണ്ടുവന്ന് പരിശോധിച്ച സമയത്താണ് കുട്ടിക്ക് യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല. പക്ഷേ ബോഡി വെയിറ്റ് കുറഞ്ഞു വരികയാണ്. ബാക്കിയുള്ള ഉദാഹരണത്തിന് മസിൽസ് ക്രാംസ് വരികയാണ്. കളിക്കുന്ന സമയത്ത് രാത്രി കൂടുതലായിട്ട് കളിച്ച സമയത്ത് രാത്രി നല്ല അതികഠിനമായ വേദന പറയുകയാണ്. നമുക്കൊക്കെ അറിയാൻ പറ്റും, നമ്മൾ അനുഭവം ഉണ്ടാവും. സൈക്കിൾ ചെയ്തതിന് ശേഷം രാത്രി എന്ത് ചെയ്യും? ഉമ്മാനെ കൊണ്ടോ അല്ലെങ്കിൽ കാലിങ്ങനെ മസാജ് ചെയ്യിപ്പിക്കലാണ് പരിപാടി. അപ്പോൾ അതിൻ്റെ കാരണത്തിലേക്ക് പരിശോധിച്ച സമയത്താണ് അവർ പാരൻസ് പോലും ഈ കാര്യം കൂടുതൽ അവെയറായത്. രാത്രി ചെറുതായിട്ടുള്ള പനി കുട്ടിക്ക് ഉണ്ടാവാറുണ്ട്. ഞാൻ ഡോക്ടർ സെയ്ദ് മോഹ്സിൻ. ഇന്ന് നമുക്ക് രാപ്പനിയുടെ കാരണങ്ങൾ എന്താണെന്നും അത് എത്ര തരമുണ്ടെന്നും വിശദമായിട്ട് പരിശോധിക്കാം. പ്രധാനമായിട്ടും ജാപ്പനി നമ്മൾ പറയണത് ജാപ്പനിയുടെ ലക്ഷണങ്ങൾ ഉദാഹരണത്തിന് ഇപ്പം 3 തരത്തിലാണുള്ളത്. കുട്ടികൾക്ക് വരുന്നതിൻ്റെ ഒരു കാരണം വ്യത്യസ്തമാണ്. അതുപോലെയാണ് സ്ത്രീകൾക്ക് വരുന്നതിൻ്റെ കാരണം വ്യത്യസ്തമാണ്. പുരുഷന്മാർക്ക് വരുന്ന കാരണങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും ലൈഫിൽ അനുഭവങ്ങൾ ഉണ്ടാവും. ഉദാഹരണത്തിന് പറയാം, കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ കുട്ടികളുടെ ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ഇതുവരെ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. അവരുടെ ലൈഫ് സ്റ്റൈൽ ചെറുതായിട്ടൊന്ന് ഡിസോർഡർ ആകുമ്പോഴാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുട്ടികൾ വളരെ വൈകിട്ട് ഉറങ്ങുന്നതും വളരെ വൈകിട്ട് എഴുന്നേൽക്കുന്നതാണ്. കാരണം കുട്ടികളുടെ സ്കൂൾ വെഹിക്കിൾ വരിക, സ്കൂൾ വണ്ടി വരിക മിക്കവാറും 8:30 അല്ല 8 o'clock ആയിരിക്കും. പാരൻസ് കുട്ടികളെ വിളിക്കുക എപ്പോഴാണ്? ഒരു 1 hour ബിഫോറാണ്. മാക്സിമം ഹാഫ് ആൻ അവർ അല്ലെ 1 hour'നുള്ളിലായിരിക്കും. ഈ സമയത്തുള്ള ഒരു സംഭവത്തിൻ്റെ ഇടയിൽ വളരെ കോംപ്ലിക്കേറ്റഡ് എല്ലാ പരിപാടിയും, പുസ്തകം എടുത്തിട്ടുണ്ടാവില്ല, ഷൂ, എല്ലാ കാര്യങ്ങളും തിരഞ്ഞു പിടിച്ചിരുന്നതിലാണ് ഫുഡ് എന്നുള്ള പരിപാടി വരിക. അത് അത്ര ഇമ്പോർട്ടൻ്റ് കൊടുക്കാറില്ല. മിക്കവാറും അവർ തന്നെ പാരൻസ് തന്നെ പറയും, എന്ത് രാവിലെ ഉണ്ടാക്കി വെച്ച ഫുഡ് ഒരാൾ പോലും കഴിച്ചിട്ടില്ല എന്ന് പറയും. അപ്പോൾ ഈ പറഞ്ഞ 1 hour'നുള്ളിൽ എങ്ങനെ കഴിക്കാനാണ് മക്കൾ? അപ്പം നമ്മൾ നിർബന്ധമായിട്ട് പണ്ട് കാലങ്ങളിൽ നമുക്ക് കമ്പയർ ചെയ്ത് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇന്ന് ആ ഒരു അവസ്ഥയില്ല. ഇന്ന് ആ സമയം ബസ്സിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. അപ്പം ഈ രൂപത്തിൽ കൃത്യമായിട്ട് ഫുഡ് കഴിക്കാത്തതുകൊണ്ട് എന്താവും, ബോഡിയിൽ പ്രോപ്പറായിട്ട് ലഭിക്കേണ്ട പ്രോട്ടീനും അതുപോലെ തന്നെ കൃത്യമായിട്ട് ലഭിക്കേണ്ട ഫാറ്റും കാര്യങ്ങളും ലഭിക്കില്ല. അതിനുശേഷം എന്താ കിട്ടുക? ജങ്ക് ഫുഡായിട്ടുള്ള ബേക്കറി ഐറ്റംസാണ് സ്നാക്സിന് കൊടുക്കുക. ഇത് കൂടുതൽ ബോഡിയെ കലോറി കാര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും പിന്നീടുള്ള ആക്ടിവിറ്റീസ് കമ്പയർ ചെയ്യുന്നത് എന്താണ്, വളരെ കുറവാണ്. ഈ കുട്ടി സ്കൂളിൽ പോയിട്ട് സ്നാക്സ് പീരീഡ് വരെ അല്ലെങ്കിൽ ലഞ്ച് പീരീഡ് വരെ 3 to 4 hours കണ്ടിന്യൂസ് ആയിട്ട് കാലി വയറുകൊണ്ട് നിൽക്കുകയാണ്. ഇത് കുട്ടിയുടെ നാച്ചുറലായിട്ടുള്ള ഡൈജസ്റ്റീവ് പവർ നഷ്ടപ്പെടാൻ സഹായിക്കും. ഇത് ബുദ്ധിമുട്ടിലേക്ക് എന്ത് ചെയ്യും? പതിയെ ബാക്കിയുള്ള ചില കുട്ടികൾ പറയാറുണ്ട് സിവിയർ അബ്ഡോമിനൽ പെയിൻ ആയിട്ടാണ് വരാറുള്ളത്. കാരണം എന്താണ്? കുട്ടികളുടെ പാരൻസ് തന്നെ പറയും, ഡോക്ടർ സ്കൂളില്ലെങ്കിൽ ഇവർക്ക് വെക്കേഷൻ സമയത്ത് യാതൊരു കുഴപ്പമില്ല, സ്കൂളിൽ പോകുമ്പോഴാണ് ഈ പ്രശ്നം എന്നുള്ളത്. ഞാൻ എല്ലാ പേഷ്യൻസിനോടും പറയണ ഒരു കാര്യമാണ്, നമ്മുടെ അസുഖങ്ങൾ പറയുന്നതിന് മുമ്പായിട്ട് എന്തുകൊണ്ടാണ് അസുഖങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ സിംറ്റമാറ്റിക് ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് ലക്ഷണങ്ങളെ മാത്രം നമ്മൾ പരിശോധിക്കുകയും അതിനും ചികിത്സ തേടുകയും ചെയ്യണമെങ്കിൽ അത് നമ്മൾ ഒരുപാട് കാലം വരെ, മരണം വരെ അതിൻ്റെ പിന്നാലെ പോകേണ്ടി വരും. അതേ സ്ഥാനത്ത് നമ്മൾ കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ വരുന്നത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, നമ്മൾ തന്നെ സ്വയം വിചാരണ ചെയ്യേണ്ടത്, സ്വയം ആത്മപരിശോധന നടത്തുകയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ടുണ്ട്. ചില കേസുകൾ ഡോക്ടറെ അടുത്ത് പോവാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഈ പറഞ്ഞ കുട്ടികൾക്ക് ഉണ്ടാകുന്ന രാപ്പനി. തൊട്ട് കഴിഞ്ഞാൽ സാധാരണ തൊട്ട് കഴിഞ്ഞാൽ നല്ല ചൂടുണ്ടാവും. ചില പേഷ്യൻസ്, ഡോക്ടർ എൻ്റെ മോൻ രാത്രി തൊടുമ്പോൾ ചൂടുണ്ട്, പനി ഉണ്ടോ എന്നുള്ള ടെൻഷൻ അടക്കം ഉണ്ടാവും. എന്തുകൊണ്ടാണ്? ഇത് ഏറ്റവും പ്രധാനം നേരത്തെ പറഞ്ഞതുപോലെ അസിഡിറ്റി പ്രശ്നം കൊണ്ടാണ്. അതായത് ലിവറിൻ്റെ വീക്ക്നെസ് കൊണ്ടാണ് ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും വലിയ പരിഹാരം നമ്മൾ വിശദമായിട്ട് താഴെ നിർദ്ദേശിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ വരുന്നത് സ്ത്രീകളിലാണ്. സ്ത്രീകളിൽ ഈ പ്രശ്നം കണ്ടുവരുന്നത് ജാപ്പനിയായിട്ട്, കുട്ടികളിലാണെങ്കിൽ തൊട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഫീവർ നമുക്ക് മനസ്സിലാവും. സ്ത്രീകളുടെ ബുദ്ധിമുട്ട് അത് പുറത്ത് തൊട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവില്ല. അവർക്ക് പക്ഷേ പനിയായിട്ട് അത് ഫീൽ ചെയ്യും. എന്ത് ചെയ്യും? സഡൻ വെയിറ്റ് ലോസ് ഉണ്ട്. അതായത് പതിയെ അവരുടെ വെയിറ്റ് ലോസ് ഇങ്ങനെ കുറഞ്ഞ് വരികയും അതോടൊപ്പം തന്നെ ജനറൽ വീക്ക്നെസ്, ക്ഷീണം, നല്ല ക്ഷീണമായിരിക്കും. ചില പേഷ്യൻസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വൈറ്റ് ഡിസ്ചാർജ്, അതിൻ്റെ വെള്ളപ്പോക്കാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം.
ചില പേഷ്യൻസ് ഭാര്യയും ഭർത്താവായിട്ട് വരുമ്പോൾ അവർ സമ്മതിക്കില്ല. കാരണം ഭർത്താവ് പറഞ്ഞ പ്രയാസം ഉണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷൻ ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാവാറുണ്ട്, കോംപ്ലക്സ് പ്രശ്നം. അതേ സ്ഥാനത്ത് ഉമ്മയായിട്ടോ അല്ലെങ്കിൽ അമ്മയായിട്ടോ അല്ല അനിയത്തിയായിട്ട് ജ്യേഷ്ഠത്തിയായിട്ട് വരുന്ന പേഷ്യൻസിന് അവർ പറയും ഡോക്ടർ കുറച്ചായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ ഇതെന്താ സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സിംറ്റംസ് ചോദിക്കുമ്പോഴാണ് അവർ അംഗീകരിക്കുക. എന്തായാലും പെട്ടെന്ന് തന്നെ ദേഷ്യമായിരിക്കും, ഭർത്താവിനോടും മക്കളോടും വളരെ പെട്ടെന്ന് ദേഷ്യമായിരിക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, വളരെ സങ്കടമായിരിക്കും. സംഭവിച്ചു ആലോചിച്ചിട്ട് വളരെ പ്രയാസവും ബുദ്ധിമുട്ടിലായിരിക്കും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. അപ്പോൾ അത് പറയുമ്പോഴാണ് പേരൻസ് ഹസ്ബൻഡ് എന്ത് ചെയ്യുക, കുട്ടികൾ എന്താ പറയുക, അത് ശരിയാണ് അമ്മ ഈ രൂപത്തിലാണല്ലോ ഉമ്മ ഇങ്ങനെയാണെന്ന് പറയാറുള്ളത്. അപ്പോൾ അവർ മാനസികമായിട്ട് ഉൾക്കൊള്ളുക. ചില പേഷ്യൻസ് പൂർണ്ണമായിട്ട് സമ്മതിക്കാറില്ല. പക്ഷെ എന്ത് ചെയ്യും, ആ മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എങ്ങനെയുണ്ട് ബുദ്ധിമുട്ടെന്ന് ചോദിക്കും, ഡോക്ടർ ഇപ്പോൾ 80% മാറി എന്ന് പറയും. ഒരു 1 month കൊണ്ട് തന്നെ 80% മാറി. കാരണം എന്താണ്, അതുവരെ സിവിയർ ആയിട്ടുള്ള മൂഡ് സിക്നസ് ഉണ്ടാവും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവും, ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ക്ലിയർ ചെയ്തതോടുകൂടി എന്തായി, ആൾ ഹാപ്പിയായി. ഇനി മൂന്നാമത്തത് പുരുഷന്മാരിലാണ്. മെയിലിലേക്ക് ഈ പ്രശ്നം വരികയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലനായിട്ട് കാണുന്നത് ഡയബറ്റിക് ആണ്. പ്രീ ഡയബറ്റിക് ഉള്ള, അതായത് ഡയബറ്റിക് അല്ലാത്തൊരവസ്ഥയിൽ ഇപ്പം ജങ്ക് ഫുഡും സഡൻഡറി ലൈഫ് സ്റ്റൈലൊക്കെ ആയതുകൊണ്ട് തന്നെ ഡയബറ്റിക് ഇപ്പോൾ മോസ്റ്റ് കോമൺ ആയിട്ട് 30 to 40 വരുന്ന അഡൽസിൽ പോലും ഡയബറ്റിക് കണ്ടുവരാറുണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ അതിൻ്റെ സ്റ്റാർട്ടിങ് സിംറ്റംസ് അല്ലെങ്കിൽ നമ്മൾ പറയണത് പോലെ പോസ്റ്റ് സിംറ്റംസ് ആയിട്ട് പറയാറുള്ളത്, ഏറ്റവും പ്രധാനമായിട്ട് പറയാറുള്ള സിംറ്റംസ് ആണ് ഈ പറഞ്ഞ രാപ്പനി എന്നുള്ളത്. അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവില്ല. അതിന് ഏറ്റവും ചെയ്യേണ്ട കാര്യം, ചെറുതായിട്ട് വരുന്ന ഒരു രാപ്പനി സിംറ്റംസ് വരികയാണെങ്കിൽ, ഫാമിലി ഹിസ്റ്ററി ഡയബറ്റിക് ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ HbA1c ചെക്ക് ചെയ്യേണ്ടതാണ്. കാരണം HbA1c 3 months ഇൻ്റർവെൽ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഡയബറ്റിക്കിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ. നോർമലി നമ്മൾ പറയാതെ 6 വരെ ആണെങ്കിലും ആ ചെറിയൊരു വേരിയേഷൻ നമുക്ക് അതിന് കൃത്യമായിട്ട് മനസ്സിലാക്കി തരുന്നതാണ്. പിന്നീട് പുരുഷന്മാരിലെ കണ്ടുവരുന്ന പ്രശ്നമാണ് പൈൽസിൻ്റെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക്. ഈ പറഞ്ഞ ഡയബറ്റിക്കും പൈൽസും ഒക്കെ നേരത്തെ പറഞ്ഞതുപോലെ ലിവറിൻ്റെ ആരോഗ്യവുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ള കാര്യമാണ്. ലിവറാണ് ഡൈജസ്റ്റീവായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ കാര്യങ്ങളും സഹായിക്കുന്നത്. ഡൈജഷൻ വീക്കാവുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്, പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ എന്നുള്ള അസുഖങ്ങൾ വരുന്നത്. അപ്പോൾ പൈൽസ് ഉള്ള ഒരു വ്യക്തിയെ നമ്മൾ ബോഡി പരിശോധിക്കുകയാണെങ്കിൽ ചൂട് തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഡയറക്റ്റായിട്ട് ഫീൽ ചെയ്യും. ഈ തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് വ്യത്യസ്തമായിട്ട് പുരുഷന്മാരിലും സ്ത്രീകളിലും കുട്ടികളിലും വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ടാണ് സെയിം സിംറ്റംസ് കാണിക്കുന്നത്. ഇതുകൊണ്ടാണ് നമ്മൾ ചില ലക്ഷണങ്ങൾ പറയുമ്പോൾ എന്ത് പറയണത്, ഡോക്ടറെയും കൂടി സഹായത്തോടു കൂടെ അതെന്താണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യതയോടെ ഉറപ്പുവരുത്തണം. ഇതിലെ 3 ആൾക്കാരുടെയും വ്യത്യസ്ത സിംറ്റംസ് ആണെങ്കിൽ കൂടിയും ട്രീറ്റ്മെൻറ്റ് വരുന്നതും ഏറെക്കുറെ സെയിം ആയിട്ടാണ്. കാരണം ഇതിൻ്റെ ഏറ്റവും ട്രീറ്റ്മെൻറ്റ് വരുന്നത് ലിവറിൻ്റെ ആരോഗ്യം ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ കൃത്യസമയത്ത് ദഹനമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത്. ഈ 3 നേരത്തെ പറഞ്ഞതുള്ള കാരണം. ഇതിന് കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, വളരെ വൈകിട്ടുള്ള ഉറക്കവും വൈകിട്ടുള്ള എഴുന്നേൽക്കലും നിർബന്ധമായിട്ടും ഒഴിവാക്കണം എന്നുള്ളതാണ്. ഇത് ഒഴിവാക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ പ്രശ്നങ്ങൾ ഒരു 40 to 60% മെഡിസിൻ ഇല്ലാതെ തന്നെ അത് ക്ലിയർ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഭക്ഷണ രീതിയിൽ ചെറിയ ചേഞ്ചസ് വരുത്തുക. ഒരു 7 to after 7 വരികയാണെങ്കിൽ, 7 മണിക്ക് ശേഷം വരികയാണെങ്കിൽ ഹെവി ഫുഡ് പരമാവധി ഒഴിവാക്കുക. ഇനിയിപ്പോൾ ഫംഗ്ഷനോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഭക്ഷണങ്ങൾ അളവ് കുറച്ചുകൊണ്ട് സലാഡ് ഐറ്റംസ് കൂടുതൽ കഴിക്കുകയും, വീട്ടിലെത്തിക്കൊണ്ട് അവിടുത്തെ അവൈലബിൾ ഇല്ലെങ്കിൽ വീട്ടിലെത്തിയിട്ടെങ്കിലും സലാഡ് നിർബന്ധമായിട്ടും കഴിക്കുക. അതിനുശേഷം നമ്മൾ കഴിച്ചത് ഓവറാണെന്നുള്ള ബോധത്തോടുകൂടി തന്നെ കുറച്ച് ഫിസിക്കൽ വർക്ക് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ്. ഈ തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ എളുപ്പം നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഇനി ഇതുണ്ടാക്കുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ മേവരുടെ കുട്ടികളിലാണെങ്കിൽ കുട്ടികൾ പതിയെ വളരെ ദേഷ്യം ഉണ്ടാകുന്നു, അവരുടെ സ്വഭാവത്തിൽ ചേഞ്ചസ് വരികയും ചെയ്യും. അപ്പോൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. പണ്ടും ചില പേരൻസ് പറയാറുണ്ട്, ഡോക്ടറെ ഇതുവരെ ഇവനൊരു കുഴപ്പമില്ലാത്ത കുട്ടിയായിരുന്നു, ഇപ്പോൾ ഈ ചെറുതായിട്ട് അവൻ്റെ മൂഡ് മാറുകയാണ്, ചെറിയ കാര്യത്തിന് പോലും ദേഷ്യമാണ്, മറ്റു ചില പ്രശ്നങ്ങളാണെന്ന് പറയും. അപ്പോൾ അതെന്താണ്, അറിയാതെ പതിയെയാണ് ഈ ബോഡിയിൽ അതിൻ്റെ ചേഞ്ചസ് കണ്ടുവരാറുള്ളത്. അത് പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ആക്ടിവിറ്റീസിനും, കാരണം അവന് പഠനത്തിൽ കോൺസെൻട്രേഷൻ വളരെ കുറയും. അതുപോലെ ഈ പറഞ്ഞ ആക്ടിവിറ്റി, ഫിസിക്കൽ ആക്ടിവിറ്റീസിൻ്റെ ബുദ്ധിമുട്ടുള്ളവർ ഈ പെയിൻ വരുന്നത് കാരണം കുട്ടി പതിയെ അത് ഒഴിവാക്കാൻ തുടങ്ങും. അത് ഒഴിവാക്കുന്നതോടെ വളരെ കുറച്ച് മാത്രമേ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇന്നത്തെ കാലത്ത് ലഭിക്കുന്നുള്ളൂ. അതും കൂടി ആകുമ്പോൾ എന്താവും, കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോകും. ഇനി സ്ത്രീകളിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അത് എനിക്കിൻ്റെ ബുദ്ധിമുട്ട്, ചില പേഷ്യൻ്റ് തന്നെ ഒന്ന് പറയാം, ഡോക്ടർ എൻ്റെ പ്രയാസങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല എന്ന് പറയും. അപ്പോൾ ഈ രൂപത്തിൽ നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും, പിന്നീട് അവരുടെ ലൈഫിനെയാണ് അത് ബാധിക്കുന്നത്. കാരണം അവരൊരു കാര്യം ചെയ്യാനൊരു ആക്റ്റീവ് ഉണ്ടാവില്ല. ബാക്കിയുള്ള എല്ലാ പ്രശ്നങ്ങളും ചെറിയ കാര്യങ്ങളിൽ തന്നെ ടെൻഷൻ ആയിരിക്കും വളരെ. അപ്പം ഹസ്ബൻഡ് തുടർച്ചയായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് ചെറിയ വിഷയങ്ങൾ പോലും
അപ്പോൾ അതേ കാര്യത്തിന് ചെറിയ പ്രശ്നങ്ങൾ ദേഷ്യമായിരിക്കും. അപ്പോൾ ലൈഫ് ഒരു എൻജോയ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിരിക്കും. ഇനി ഇതേ കാര്യം മെയിലേക്ക് വരികയാണെങ്കിലോ, പണ്ടൊക്കെ ആൾക്കാർ പൊതുവെ പറയാവുന്ന കാര്യമാണ്, നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടുമ്പോൾ എന്ത് കഴിക്കുക, നിങ്ങൾക്ക് പൈൽസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് കഴിക്കുക, മൂലക്കുരുവിൻ്റെ അസുഖം എന്തുണ്ടോ. കാരണം എന്താ, അത് അത്രയും പ്രയാസം ഉണ്ടാകുന്ന സംഭവമാണ്. അപ്പോൾ അതുപോലെ ബോഡി ചേഞ്ചസ് വളരെ പെട്ടെന്ന് തന്നെ ദേഷ്യം വരും. പിന്നീട് കോൺസെൻട്രേഷൻ കിട്ടില്ല. നമുക്കൊരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അലസതയും മടിയും കൃത്യമായിട്ട് വരും. ഇത് പരിഹരിക്കാനുള്ള ഒരു നാച്ചുറൽ ട്രിപ്പാണ് നമ്മൾ രാവിലെ എംപ്റ്റി സ്റ്റൊമക്കിൽ വെറും വയറ്റിൽ ഉറുമാമ്പഴത്തിൻ്റെ ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഉറുമാമ്പഴം ഡയറക്റ്റ് കഴിക്കുകയാണെങ്കിൽ നല്ല ചേഞ്ചസ് ഉണ്ടാവും. കാരണം ഉറുമാമ്പഴം റിച്ചാണ്, ആൻറ്റി ഓക്സിഡൻറ്റോട് റിച്ചാണ്. അതുപോലെ തന്നെ ലിവറിൻ്റെ സെല്ലിനെ അത് പ്രൊട്ടക്റ്റ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. ഈ രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ വളരെയധികം ഫലം കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ നെല്ലിക്ക ജ്യൂസ് രാത്രി കുടിക്കുകയും ചെയ്യുക. ഇത് രണ്ടും ചെയ്യുന്നതോടെ ഒരുവിധം പ്രശ്നങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ചിലത് കുറച്ച് ക്രോണിക് ആയിട്ടുള്ള, ഇപ്പോൾ 1 വർഷമോ 2 വർഷമോ ആയിട്ടുള്ള കേസുകളാണെങ്കിൽ മെഡിസിൻ നിർബന്ധമായിട്ട് എടുക്കേണ്ടതാണ്. മെഡിസിൻ തുടർച്ചയായിട്ട് എടുക്കണം എന്നല്ല പറഞ്ഞത്. ഒരു 3 to 4 months മെഡിസിൻ എടുത്തതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഭക്ഷണ രീതിയിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെ അത് പൂർണ്ണമായിട്ടും റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഇതില്ലെങ്കിൽ നേരത്തെ പറഞ്ഞതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഇനി കൂടുകയുള്ളൂ, ഒരിക്കലും കുറയില്ല. പുരുഷന്മാരിൽ വരികയാണെങ്കിൽ പൈൽസിൻ്റെ ബുദ്ധിമുട്ട് കൂടും. ഡയബറ്റിക് അല്ലാത്ത ആൾക്കാർക്കാണ് ഡയബറ്റിക് സ്റ്റാർട്ട് ചെയ്യും, ഫാറ്റി ലിവർ സ്റ്റാർട്ട്, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് കൂടുകയുള്ളൂ. കുട്ടികളാണെങ്കിൽ അവരുടെ ഗ്രോത്തിനെ തന്നെ ബാധിക്കും, ജനറൽ ഹെൽത്തിനെയും അതുപോലെ തന്നെ ഗ്രോത്തിനെയും ബാധിക്കും. ഫീമെയിലാണെങ്കിലോ ഏത് സമയത്തും ഒരു ഇനാക്റ്റീവായിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും മാത്രമുള്ള ഒരാളായിട്ട് മാറിക്കിട്ടും. ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഈ ചെറിയൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫാമിലിയുടെ ഹെൽത്ത് തന്നെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. അതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ വൈകിട്ടുള്ള ഭക്ഷണ രീതി പരമാവധി ഒഴിവാക്കുക. അതുപോലെ വൈകി ഉറക്കവും വൈകി എഴുന്നേൽക്കുന്ന രീതി ഒഴിവാക്കുക. ഇത് മാറ്റുന്നതോട് തന്നെ ഒരു 40 to 60% നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇനി മറ്റൊരു വിഷയമായിട്ട് കാണാം. നന്ദി.